ഇപ്പോൾ ഷെയ്ഖ് ഹസീന വരികയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപേക്ഷ കൊടുക്കാനായിട്ട്, അപ്പീൽ കൊടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരാമെന്നാണ് മുഹമ്മദ് യൂനസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ വലിയൊരു കെണിയാണ്. കാരണം സുപ്രീം കോടതിയിലെ ന്യായം പറയുന്ന ജഡ്ജിമാരെ എല്ലാം മാറ്റിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനി ഷെയ്ഖ് ഹസീന ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കങ്കാരു കോർട്ട് പ്രഖ്യാപിച്ച വിധി തന്നെയായിരിക്കും അവിടെയും വരാൻ പോകുന്നത്. കാരണം ഇതിനകത്തും മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഈ കോർട്ട് ഷെയ്ഖ് ഹസീന ഉള്ളപ്പം വന്ന കോർട്ടാണ്, പക്ഷേ അതിനകത്തെ ആളെ മുഴുവൻ മാറ്റി. അപ്പോൾ അവർ പറയുന്നത് ഹസീനയുടെ കോർട്ടാണ്, ഹസീന നിശ്ചയിച്ച കോർട്ടാണ്, ആ കോർട്ടല്ലേ അവരെ കുറ്റക്കാരെയാക്കി വിധിച്ചത്. അങ്ങനെയല്ല, അതിനകത്തെ അലകും പിടിയും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവരെ വരട്ടിയും വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന വിധത്തിൽ ഉത്തരവിറക്കിക്കോണം. അങ്ങനെയാണ് ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് നാളുകളെ നാം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ മികച്ച സൗഹൃദത്തിലേക്ക് പോവുകയാണ്. ഇത് ഇത്തരം നീക്കങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞു, പാകിസ്ഥാൻ്റെ കൈയുണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞു അല്ലേ? അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്രവർത്തികളും. അതോടെ ഒരു ജൻസി കലാപമല്ല. അവിടുത്തെ കുട്ടികളുടെ ഒരു സംവരണം, യുവാക്കളുടെ സംവരണം എന്നൊരു വിഷയത്തിൽ ഇത്ര വലിയ ഒരു കലാപം ഉണ്ടാകാനുള്ള ന്യായമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.